ഹായ്, ഐ എം JD, ദ ബ്രാൻഡ് കോച്ച്. ബ്രാൻഡിങ്ങിന്റെ സീരീസ് ഓഫ് കോണ്ടന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 3 ഫേസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ഈസ് ഫൗണ്ടേഷൻ. എന്താണ് ബ്രാൻഡിങ്, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും, അതിന്റെ തെറ്റായ പെർസെപ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പം ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ്. ഒരു കുഞ്ഞ് ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാവും. അതിന്റെ നിറം, അതിന്റെ സംസാരം, അതിന്റെ ടോൺ, അതിന്റെ പേഴ്സണാലിറ്റി, അതിന്റെ കളറ്, അതിന്റെ ബിഹേവിയർ, അതിന്റെ ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെയാണ് ഏതൊരു ബിസിനസ്സും ജനിക്കുന്നത്. ഒരു ബിസിനസ്സിന് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ ബ്രാൻഡിങ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ വാലിഡേറ്റ് ചെയ്തു, നിങ്ങൾ 100-500 ആളുകൾക്ക് പ്രോഫിറ്റ് ആയിട്ട് ബിസിനസ് വിറ്റു, അല്ലെങ്കിൽ ബിസിനസ്സിൽ കച്ചവടം നടന്നതിന് ശേഷം മാത്രം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേണം ബ്രാൻഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാൻ. അതും അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിക്കൊണ്ട് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇനി 100 കൊല്ലം നമ്മുടെ ബ്രാൻഡ് മുന്നോട്ട് പോയാലും നമ്മുടെ ബ്രാൻഡിനെ ഈ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുക. ബ്രാൻഡിങ്ങിൽ ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലയന്റിനോട് പറയാറ്, അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. പ്രീമിയം ലെവലിൽ അത്രയും പഠിച്ചുകൊണ്ടായിട്ടാണ് നമ്മൾ ബ്രാൻഡിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വിചാരം അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നാണ്. മോർ ഓവർ ഞങ്ങൾ വിശ്വസിക്കുന്നത് ബ്രാൻഡിങ് എന്നാൽ ഒരു ക്രിയേറ്റീവ് അപ്രോച്ച് ആണെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതിനെ കാണേണ്ടത് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് പ്രോസസ്. വളരെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട സ്ട്രാറ്റജിക് ആയ പ്രോസസ്സാണ് ബ്രാൻഡിങ്. അതിലും അത് ക്രിയേറ്റീവ് പ്രോസസ് ആണെങ്കിലും മോർ ഓവർ അതൊരു സ്ട്രാറ്റജിക് ആയ സൈക്കോളജിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ വാല്യൂസും ഫങ്ഷണൽ വാല്യൂസും എല്ലാം പഠിച്ച് ടാർഗറ്റ് ഓഡിയൻസിനെ പഠിച്ച് ഏത് പ്ലാറ്റ്ഫോമിലാണ് ആ ബ്രാൻഡ് വർക്ക് ചെയ്യുക എന്ന് നോക്കി ആ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി, ബ്രാൻഡ് ടോണ്, ആ ബ്രാൻഡിന്റെ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ്, വെർട്ടിക്കൽസ് ഒക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. സയന്റിഫിക് ആയ, സൈക്കോളജിക്കൽ ആയ, ലോജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ബ്രാൻഡിങ്ങിൽ മോർ ഓവർ നമുക്ക് വേണ്ടത്. അത് ക്രിയേറ്റിംഗ് ഒരു പെർസെപ്ഷൻ ആണ്. ഒരു ബ്രാൻഡിങ് എന്നാൽ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ഒരു ഇമോഷൻ തങ്ങി നിൽക്കുന്ന രൂപത്തിൽ, മെമ്മറബിൾ ആവുന്ന രൂപത്തിൽ ഒരു എക്സ്പീരിയൻസ് ആണ്, ബ്രാൻഡ് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതൊരു മെമ്മറി, എക്സ്പീരിയൻസ്, ഇമോഷൻസ് എല്ലാമായി കണക്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയ, ഡെഫിനറ്റ്ലി പ്രീമിയം ആൻഡ് മോസ്റ്റ് വെർട്ടിക്കലിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉള്ള മെസ്സേജിങ് കൺവേ ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റീവ് ആവുന്ന ഒരു ബ്രാൻഡിനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്. അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സിന് പുറമെ ആയിട്ട് ഇറ്റ്സ് എ സയന്റിഫിക് അപ്രോച്ച്. പല ആളുകളും ഉണ്ട്, ഈ ഒരു ഫ്ലക്സ് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ കൊണ്ടൊക്കെ ബ്രാൻഡിങ് ചെയ്യിപ്പിക്കരുത്. ഒരു ഡിസൈനർക്ക് ഒരിക്കലും തന്നെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു സയന്റിഫിക് ആയ അപ്രോച്ചാണ്, പ്രോസസ്സാണ്. ഞങ്ങൾക്കൊരു ലോഗോ മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. പലരുടെയും വിചാരം ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ അതിന്റെ ഏറ്റവും ഒരു ലോവസ്റ്റ് ഇമ്പോർട്ടന്റ് വരുന്ന രൂപത്തിൽ മാത്രമാണ് ലോഗോനെ പ്ലേസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് പല ബ്രാൻഡുകളും ലോഗോ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാഗോറിന്റെ ഒക്കെ ബ്രാൻഡിങ് കണ്ടുണ്ടോ? ആ പുലി ചാടുന്ന ജാഗോറിന്റെ ബ്രാൻഡിങ് ഇപ്പൊ അവരെ പുലിയുടെ ഒഴിവാക്കി ടൈപ്പോഗ്രഫിക്കലി ജാഗോറിലേക്ക് അവർ മാറി. പലരുടെയും വിചാരം ലോഗോ ആണ് ബ്രാൻഡ് എന്നാണ്. ബ്രാൻഡിങ് ഇസ് നോട്ട് ലോഗോ. ബ്രാൻഡിങ് എന്നാൽ ലോഗോ ഉണ്ടാക്കുക മാത്രമല്ല, ലോഗോ ഉണ്ടാക്കുന്നത് അതിന്റെ ഭാഗമാണ് എങ്കിലും ലോഗോ മാത്രമല്ല ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്നാൽ ഒരു ഐഡന്റിറ്റിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നേ വരെ ഇല്ലാത്ത, നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന, നമുക്ക് വളരെ ആത്മാർത്ഥമായി, നമുക്ക് വളരെ അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടിയാണ് ആ ബിസിനസ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ തന്നെയാണ് ഒരു ബ്രാൻഡിനെയും ഞങ്ങൾ കൈകാര്യം ചെയ്യാറ്. അതിൻ്റെതായ വിഷനും അതിൻ്റെതായ പർപ്പസും അതിൻ്റെതായ കളർ ടോണും സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം വരും. ബ്രാൻഡിങ് എന്നാൽ അതിന്റെ ഐഡന്റിറ്റീസിനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രാൻഡിങ് എന്നാൽ പൊസിഷനിങ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആയ രൂപത്തിലേക്ക് നമുക്ക് പൊസിഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ പെർസെപ്ഷൻസിനെ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസുമായിട്ട് എപ്പോഴും ബ്രാൻഡ് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബ്രാൻഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്, വിശ്വസ്തതയാണ്. അതുപോലെ ബ്രാൻഡിങ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ ബ്രാൻഡ് ഗൈഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടും അവർ ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും അവർക്ക് ഒരു കക്കൂസിൽ ഫ്ലെക്സ് അടിക്കാന്നുണ്ടെങ്കിൽ വരെ ആ ഗൈഡ് ലൈൻ നോക്കിയിട്ട് വേണം ആ ബ്രാൻഡിന്റെ ലോഗോയും ടൈപ്പോഗ്രഫിയും ഒക്കെ പ്ലേസ് ചെയ്യാൻ. ആ ഗൈഡ് ലൈൻ വെച്ചിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻ കൂടെ ഞങ്ങൾ ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. പോസ്റ്ററിൽ എന്ത് വെക്കണം, വൗച്ചറിൽ എന്ത് വെക്കണം, ഇൻവോയ്സിൽ എന്ത് വെക്കണം, അങ്ങനെ ഓരോന്നിനും പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ലോഗോസ് ഇട്ട് വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഒരു അതോറിറ്റി കൂടെയാണ് ബ്രാൻഡിലൂടെ ബിൽഡ് ചെയ്യുന്നത്. ബ്രാൻഡിങ് എന്നാൽ അതൊരു ലോഗോ ഉണ്ടാക്കൽ മാത്രമല്ല, ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു ഡിസൈനർക്ക് ചെയ്യാൻ പറ്റൂല. അതിന് ക്രിയേറ്റീവ് ഡയറക്ടർ വേണം. അത്രയും സ്ട്രാറ്റജിക് ആയി ചിന്തിക്കണം.
ആക്ച്വലി ശരിക്കും ആളുകൾ വാങ്ങുന്നത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഒന്നും ആയിരിക്കൂല. ആളുകൾ പലപ്പോഴും വാങ്ങാറ് ഒരു ട്രസ്റ്റും ഒരു റെപ്യൂട്ടേഷനും ഒക്കെയാണ്. ഇപ്പൊ ഐഫോൺ അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ സ്പെക്കും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഒക്കെ നോക്കുമ്പോൾ മറ്റു ഫോണുകളെക്കാൾ അത് എത്രയും 3x 4x ആയിട്ട് അവർ പ്രൈസ് ചെയ്തേക്കുന്നത്. എന്നാലും നമ്മൾ ഐഫോൺ മേടിക്കുന്നത് എന്താ? ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസോ റെപ്യൂട്ടേഷനോ അത് നമ്മുടെ ഒരു ഗ്ലോറി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈഗോന്റെ ഒക്കെ ഭാഗമാണ്. സോ ആക്ച്വലി ആളുകൾ മേടിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഒന്നും അല്ല. പീപ്പിൾ ഡോണ്ട് ബൈ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അവർ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അല്ല മേടിക്കുന്നത്. ആക്ച്വലി ദേ ആർ ബൈയിങ് ട്രസ്റ്റ് ആണ് വാങ്ങുന്നത്. അതുപോലെ ഇമോഷൻസിനെയാണ് ആളുകൾ പലപ്പോഴും കണക്ട് ചെയ്യാറ്. ആൻഡ് ഓൾസോ വാല്യൂസ്, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ഓർ പെർസെപ്ഷൻ ആണ്. ആൻഡ് ഓൾസോ ദ റെപ്യൂട്ടേഷൻ. അപ്പോൾ പ്രൊഡക്റ്റോ സർവീസോ എല്ലാ ആളുകൾ വാങ്ങുന്നത് പകരം ട്രസ്റ്റും ഇമോഷനും വാല്യൂസും പെർസെപ്ഷനും ഒക്കെയാണ്. ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാർബക്സ് അവരുടെ കോഫി വിൽക്കാറുണ്ട്. അവർ സ്റ്റാർബക്സിന്റെ കോഫിക്ക് 300 രൂപ 250 രൂപ തൊട്ട സ്റ്റാർട്ടിങ്. നമ്മുടെ നാട്ടിലും കോഫി അല്ലെങ്കിൽ ചായ ഉണ്ട്. എത്ര? 20 രൂപ. 20 രൂപ ഉള്ള കോഫി, സെയിം ചായപ്പൊടി, സെയിം പഞ്ചസാര, സെയിം വെള്ളം. ഇവിടെയും സ്റ്റാർബക്സിലും 250ന്റെ കോഫി, സെയിം വെള്ളം, സെയിം ചായ, സെയിം ചായപ്പൊടി. 20 രൂപയുടെ ചായ എങ്ങനെ 250 രൂപക്ക് സ്റ്റാർബക്സിന് വിൽക്കാൻ പറ്റുന്നു? അത് അവർ ബ്രാൻഡ് ആയതുകൊണ്ടാണ്. അതാണ് ബ്രാൻഡിങ്ങിന്റെ പൊസിഷനിങ്ങിന്റെയും ഗുണം എന്നുള്ളത്. സോ പലരും അതിനെ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ വൺ ടൈം ആയിട്ടാണ് നമ്മുടെ കുട്ടിക്ക് നമ്മൾ നിറം, ടൈപ്പോഗ്രഫി ആൻഡ് ലോഗോ നമ്മൾ സമ്മാനിക്കാറ്. അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് ഒരു പ്രോപ്പർ അറിയുന്ന ടീമിനെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗൈഡ്ലൈൻ വരെ വാങ്ങിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ബ്രാൻഡിങ് ചെയ്യാവൂ. ദെൻ വൈ ബ്രാൻഡിങ് പറയേണ്ട ആവശ്യമില്ലെങ്കിലും എന്തുകൊണ്ട് ബ്രാൻഡിങ്? സോ വൈ ബ്രാൻഡിങ്? ബ്രാൻഡിങ് വിൽ ബിൽഡ് ട്രസ്റ്റ്. ബ്രാൻഡിങ് ആണ് വിശ്വസ്തത ഉണ്ടാക്കുക, ട്രസ്റ്റ്. അതിന് നിങ്ങൾ എങ്ങനെ ചാർജ് ചെയ്യും? അതിന് നിങ്ങൾ എന്ത് വില കൊടുക്കാൻ തയ്യാറല്ലേ? ദെൻ ബ്രാൻഡിങ് വിൽ ഹെൽപ്പ് ടു സ്റ്റാൻഡ് ഔട്ട്. നമ്മുടെ ബ്രാൻഡിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഫേസ്ബുക്ക്, ഒരു ബ്ലൂവിൽ ഫേസ്ബുക്ക് കണ്ടാൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇറ്റ്സ് ഫേസ്ബുക്ക്. അല്ലെങ്കിൽ ആ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ തീമിലേക്ക് വരുമ്പം റെഡ് ബുള്ള്. അതുപോലെ തന്നെ മറ്റു കളർ, ഇപ്പോൾ യെല്ലോ, നമ്മുടെ അവിൽ മിൽക്കിന്റെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ യെല്ലോ കളറിൽ. അപ്പോൾ ഓരോ ബ്രാൻഡിനും നിറങ്ങൾ സമ്മാനിക്കുന്നത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. സോ ഞങ്ങൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായി ടാർഗറ്റ് ഓഡിയൻസിനെ പഠിച്ച് കോമ്പറ്റീറ്റേഴ്സിനെ വരെ പഠിച്ചിട്ട് വേണം നമുക്ക് ആ ബ്രാൻഡിനെ കറക്റ്റ് ഗ്യാപ്പിലേക്ക് പൊസിഷൻ ചെയ്യാനും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും വ്യത്യസ്തനാക്കാനും. ഓക്കെ, അതിനെ വയലറ്റ് കളർ കൗ സ്ട്രാറ്റജി എന്നൊക്കെ പറയും. എല്ലാ കൗവും എല്ലാ കാളകളും കറുപ്പ് നിറമല്ലേ? ആ കറുപ്പൊരു 1000 കാളകളുണ്ട് കറുപ്പ് നിറമുള്ള. അതിൻ്റെ ഉള്ളിൽ ഒരു വയലറ്റ് നിറമുള്ള കാള ഉണ്ടെങ്കിൽ ആ കാള സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, തിരിച്ചറിയും, പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. ദെൻ ഓൾസോ പ്രീമിയം പ്രൈസിങ്. ഏതൊരു ബ്രാൻഡിങ്ങിനും പ്രീമിയമായി പ്രൈസ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷനിൽ ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അത്രയും വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാ 20 രൂപയുടെ ചായ സ്റ്റാർബക്സിന് 250 രൂപക്ക് വിൽക്കാൻ പറ്റും. 1000x into x ആയിട്ട് വിൽക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ അട്രാക്ട് ദ ക്ലയൻസ്. ബ്രാൻഡിങ് നമ്മളെ ക്ലയന്റുകളെ അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എല്ലായ്പ്പോഴും സെയിൽസ് ഹണ്ടിങ്ങിനാണ് എല്ലാവരും പോവാറ്. ഹണ്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് മോർ ബേൺ ഔട്ട്സ് ഉണ്ടാവും, ചെലവുകൾ ഉണ്ടാവും, പരിക്കുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ സെയിൽസ് ഇവിടെ ഒരു ഫാമിംഗ് ആയി മാറും. ആളുകൾ ഇങ്ങോട്ട് വരും. വി ക്യാൻ അട്രാക്ട് ദ ക്ലയൻസ് ബൈ പ്രീമിയം ബ്രാൻഡിങ്. ആൻഡ് ഓൾസോ സ്കെയിൽ സസ്റ്റൈനബിളി കൂടുതൽ പൈസയും കാര്യങ്ങളും ബേൺ ഔട്ട് ചെയ്യാതെ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് സസ്റ്റൈനബിളി നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ? ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ. ആൻഡ് ക്രിയേറ്റ് വാല്യുവേഷൻ. ഇപ്പൊ ഡിജിറ്റൽ അസറ്റുകൾക്ക് വരെ വാല്യുവേഷൻ ഉണ്ട്. നമ്മൾ IPOക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിലേക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ മറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ അക്യുറേഷൻ ഒക്കെ വരുമ്പം ആ പേരിനും ആ ബ്രാൻഡ് അസറ്റുകൾക്കും വലിയ വിലയുണ്ട്. അതൊക്കെ വാല്യുവേഷന്റെ ഭാഗമാണ് ഇന്നത്തെ കാലത്ത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ക്രിയേറ്റ് ദ ഡിജിറ്റൽ അസറ്റ്സ്. അപ്പൊ ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട്. ഇതൊന്നുമല്ല, ഇതിന്റെയും പുറമേയുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. നമ്മുടെ ബ്രാൻഡാ, നമ്മുടെ കുട്ടിയാ. 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാണാൻ പോകുന്ന അങ്ങനെയാ. അത് പ്രീമിയമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ബ്രാൻഡ് ചെയ്യണം. അതിന് 1 ലക്ഷം 2 ലക്ഷം രൂപ ആവുകയാണെങ്കിൽ വൈ വി ആർ കോംപ്രമൈസിങ്? ദാറ്റ്സ് ഓൾ. ബ്രാൻഡ് പൊസിഷനിങ്ങിനെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. എന്താ ബ്രാൻഡ് പൊസിഷനിങ്? പല ആളുകൾ ചാടിക്കഴിക്കുന്നു, എനിക്കൊരു ലോഗോ മതി, എനിക്ക് ഈ കളറിൽ ഇങ്ങനെ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ വരാറ്. ബ്രാൻഡിങ് എന്നാൽ വളരെ സയന്റിഫിക് ആയ ഒരു അപ്രോച്ചാണ്. അല്ലെങ്കിൽ പല ബിസിനസ്സുകളും ഫെയിൽ ആവുന്നത് പ്രൊഡക്റ്റ് ഇല്ലാഞ്ഞിട്ടോ സർവീസ് ഇല്ലാഞ്ഞിട്ടോ വാങ്ങാൻ ആളില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അവിടെ പൊസിഷനിങ്ങിന്റെ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം പൊസിഷനിങ് ആണ്. അതായത് ബ്രാൻഡിന്റെ വിഷൻ. ആ ബ്രാൻഡിന്റെ വിഷൻ വേണം. ആ ഫൗണ്ടർക്കോ അല്ലെങ്കിൽ അവൻ ബിസിനസ്സിന് ഒരു വിഷൻ, എവിടെ ലോങ് ടേമിലേക്ക് വിത്തിൻ 10 ഇയർ എങ്ങോട്ട് എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. ആൻഡ് ഓൾസോ മിഷൻ. ആ ഒരു വലിയ ഗോളിലേക്ക് എത്താണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളെയാണ് നമ്മൾ
മിഷൻസ് എന്ന് പറയാം. വിഷനിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് മിഷൻ. ആ മിഷൻ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ ദ ബ്രാൻഡ് ഡയറക്ഷൻ. ചില ബ്രാൻഡുകൾ കേരളത്തിലായിരിക്കും, ചില ബ്രാൻഡ് പാൻ ഇന്ത്യൻ ബ്രാൻഡാകാം, ചില ഗ്ലോബൽ ബ്രാൻഡാകും. സോ ഭാവിയിലേക്ക് ആ ബ്രാൻഡ് എവിടെ വരെ പോകും എന്നുള്ളതും, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കമ്പനിക്കുള്ളൂ എങ്കിൽ ഭാവിയിലേക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യപ്പെടാം എന്നിവരെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂച്ചറായിട്ട് പോകുന്ന വെർട്ടിക്കൽസും ഡയറക്ഷൻസും നോക്കിയിട്ടാണ് നമ്മൾ ബ്രാൻഡിങ് ചെയ്യാറ്. ആൻഡ് ഓൾസോ കോർ വാല്യൂസ്. ഓരോ കമ്പനിക്കും അവരുടേതായ കോർ വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇവന്റ് കമ്പനി ഉണ്ട്, പ്രോഗ്രാംസ് എല്ലാം നടത്തുന്ന ഇവന്റ് കമ്പനി. അവരെല്ലാ പ്രോഗ്രാംസും ചെയ്യും, പക്ഷേ ആ ഒരു പ്രോഗ്രാമിൽ മദ്യം, ലിക്കർ അല്ലെങ്കിൽ മദ്യം, ആൽക്കഹോൾ സർവേ ചെയ്യുന്ന വർക്കുകൾ അവരെടുക്കുന്നില്ല. അത് അവരുടെ ക്വസ്റ്റ്യനില്ല, അവരുടെ കോർ വാല്യൂ ആണ്. സോ ഓരോ ബിസിനസ്സിനും അവരുടേതായ കോർ വാല്യൂസ് സെറ്റ് ചെയ്യപ്പെടണം. അതാണ് ബ്രാൻഡിങ്ങിലും ഐഡന്റിറ്റീസിലും പുറത്തോട്ടുള്ള ടീം കൾച്ചറിലും ഓർഗനൈസേഷനിലും എല്ലാം തന്നെ പറയേണ്ടത് കോർ വാല്യൂസ് നിർണ്ണയിക്കപ്പെടണം. ആൻഡ് ഓൾസോ ബ്രാൻഡ് പ്രോമിസ്. ആ ബ്രാൻഡ് എന്തും പ്രോമിസ് ചെയ്യും. ചില സോപ്പുകളെ കാര്യമില്ലേ, തേച്ചാൽ വെളുക്കും, അവർ പ്രോമിസാണ്. തേച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് യൂസ് ചെയ്താൽ വെളുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലവേദന മാറ്റി കൊടുക്കും. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ തലവേദന മാറ്റണം, അല്ലെങ്കിൽ ഇന്ന പ്രശ്നത്തെ സോൾവ് ചെയ്യും. എന്ത് നമ്മൾ പറയുന്നുവോ ദാറ്റ് ഈസ് പ്രോമിസ്. അത് മീറ്റ് ചെയ്യപ്പെടണം. അത് മീറ്റ് ചെയ്തപ്പെട്ടാൽ മാത്രമേ അത് ബ്രാൻഡ് ആവുകയുള്ളൂ, സ്റ്റാൻഡ് ഔട്ട് ചെയ്യുള്ളൂ. സോ ബ്രാൻഡിൻ്റെ പ്രോമിസ് വരെ നമുക്ക് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ദ ലോങ് ടേം ഗോൾ. ആ ബ്രാൻഡിൻ്റെ ലോങ് ടേമിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾ വരെ ഞങ്ങൾ ചോദിക്കും. അപ്പോഴായിരിക്കും പല ക്ലൈൻറ്റും അതിനെക്കുറിച്ച് ആലോചിക്കുക തന്നെ ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് ബ്രാൻഡ് ചെയ്യാൻ വരുന്ന ആളുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് അവരെക്കാൾ കൂടുതൽ ഞങ്ങൾ അതിനെ പഠിക്കും. അവരെക്കാൾ കൂടുതൽ അതിനെ പഠിച്ച് സ്ട്രാറ്റജിക്കലി, സയൻറ്റിഫിക്കലി, സൈക്കോളജിക്കലി ദെൻ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ബ്രാൻഡ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പൈസ. പലരും ചോദിക്കും, ഒരു ലോഗോ കളർ ഉണ്ടാക്കാൻ എന്തിനാ ഇത്ര പൈസ? എനിക്ക് 5000 തന്നാൽ എനിക്ക് ലോഗോ കിട്ടുമല്ലോ. കിട്ടും, ഡെഫിനറ്റ്ലി. ഒരു ഗ്രാഫിക് ഡിസൈനറെ കണ്ടാൽ 5000-നും 1000-നും 50 രൂപയ്ക്കൊക്കെ ലോഗോ കിട്ടും. ബട്ട് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ല, അത് സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യില്ല. ഒരു 50 കൊല്ലത്തിന് മുകളിലേക്ക്, 100 കൊല്ലത്തിന് മുകളിലേക്ക് ഇത് വർക്കാവില്ല എന്നാണ് ക്ലിയർ. ആൻഡ് ഓൾസോ വൈ വി ഡിഫറെൻറ്റ്. എന്തുകൊണ്ട് ഈ ബ്രാൻഡ് ഡിഫറെൻ്റ് ആണ്, ആ ഒരു എലമെൻറ്റ് വരെ നമ്മൾ ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരണം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബ്രാൻഡ് പൊസിഷൻ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, ഏതൊരു ബിസിനസ് തുടങ്ങുന്നവരാണോ, ഏതൊരു ഫൗണ്ടറും എൻ്റർപ്രണറും സ്റ്റാർട്ടപ്പ് ഓണറും എല്ലാം വർക്ക് ചെയ്യേണ്ട മറ്റൊരു സെഗ്മെൻ്റാണ് ബ്രാൻഡ് പേഴ്സണാലിറ്റി ഓർ ബ്രാൻഡ് ടോൺ. ഓരോ ബ്രാൻഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെയാണ് ഓരോ ബ്രാൻഡും. ആ ബ്രാൻഡിന് അതിൻ്റേതായ പേഴ്സണാലിറ്റി ഉണ്ട്, അതിൻ്റേതായ ടോൺ ഉണ്ട്. അതൊന്ന് വർക്കൗട്ട് ചെയ്യണം, അത് നിർണ്ണയിക്കപ്പെടണം. സോ ബ്രാൻഡ് പേഴ്സണാലിറ്റി ആണ് ബ്രാൻഡ് ടോൺ. ഇങ്ങനെ പ്രീമിയം, അത് പ്രീമിയം ആണോ, ഇന്നോവേറ്റീവ്, അത്രയും ഇന്നോവേറ്റീവ് ആയ പ്രൊഡക്റ്റാണ്, ഫ്രണ്ട്ലി ആയ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ലക്ഷറി ആയ ബ്രാൻഡാണ്, അല്ലെങ്കിൽ മിനിമലായ സിമ്പിളായ ബ്രാൻഡാണോ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബോൾഡ് ആണോ, സ്പോർട്ടി ആണോ, ഈസ്തെറ്റിക് ആണോ, ഫസ്റ്റ് വൃത്തി ആണോ. അപ്പോൾ ഇതെല്ലാം ഒരു ബ്രാൻഡ് വേണമെന്നല്ല, നമ്മുടെ ബ്രാൻഡിൻ്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ പിക്ക് ചെയ്യപ്പെടണം. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്ത് പോകാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രീമിയം ആയിട്ടുള്ളത് റോൾസ് റോയ്സ് ഒരു പ്രീമിയം ബ്രാൻഡാണ്, റോൾസ് റോയ്സ് ഒരു പ്രീമിയം കാറാണ്. അവരൊരിക്കലും അവരുടെ വീഡിയോ ഹലോ ഗായ്സ് എന്ന് തുടങ്ങില്ല. അവർ അത്രയും പ്രീമിയം ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. അവർ റോൾസ് റോയ്സ് പോലുള്ള ബ്രാൻഡുകളുടെ പരസ്യം TV-യിലോ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ പോസ്റ്ററായിട്ടൊന്നും വരില്ല. അവരാ രൂപത്തിലാണ് അതിൻ്റെ പേഴ്സണാലിറ്റി സെറ്റ് ചെയ്തത്. ആ ബ്രാൻഡ് അങ്ങനെയാണ് സംസാരിക്കുക, ആ ബ്രാൻഡ് അങ്ങനെ കാണപ്പെടുക, ആ ബ്രാൻഡിനെ അങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്നത്. ക്ലിയർ? അതാണ് ബ്രാൻഡ് പേഴ്സണാലിറ്റിയോ ബ്രാൻഡ് ടോൺ. ഇത്രയും എല്ലാം ഇനിയുമുണ്ട്. സോ നിങ്ങൾക്ക് ബ്രാൻഡ് എന്താണെന്നോ ഇതിൽ ഇന്നതാകണം നിർബന്ധമൊന്നുമില്ല. ബട്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി വേണം, നമ്മുടെ ബ്രാൻഡിന് ടോൺ വേണം. അത് അങ്ങനെ സംസാരിക്കാവോ, അത് അങ്ങനെ നിലകൊള്ളോ. ഏതൊരു ബിസിനസ്സിൻ്റെയും വളരെ ബേസ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാനുള്ള സാധനമോ നമ്മുടെ കയ്യിലുള്ള പാക്കേജോ ഒന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കസ്റ്റമർ. അത് നമ്മുടെ കസ്റ്റമറാണ്, നമ്മുടെ ക്ലയൻ്റാണ്, നമ്മൾ സെർവ് ചെയ്യുന്ന ആളാണ് ദ ബെസ്റ്റ് ഓർ ദ ഗ്രേറ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. സോ ടാർഗറ്റ് ഓഡിയൻസിന് സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ്. പല ബിസിനസ് ഓണേഴ്സും ചാടി കയറി ബ്രാൻഡ് ചെയ്യും, ലോഗോ ഉണ്ടാക്കും, കളർ ഉണ്ടാക്കും, സോഷ്യൽ മീഡിയ ഉണ്ടാക്കും, വീഡിയോ ഉണ്ടാക്കും, അടിക്കും. കസ്റ്റമറുടെ റിയൽ പ്രോബ്ലം എന്താ, നമ്മൾ ആരിലേക്ക് അത് എത്തിക്കുന്നത്, അവരുടെ എന്ത് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്, അത് എങ്ങനെയുള്ള ഒരാളാണ്. സോ കസ്റ്റമറെ കുറിച്ച് ഒന്നും പഠിക്കാറില്ല. നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമർ ടാർഗറ്റ് ഓഡിയൻസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിന് കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ദ ടാർഗറ്റ് ഓഡിയൻസ് സ്റ്റഡീസ്. ICP എന്ന് പറയും, ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ. നമ്മുടെ ഐഡിയൽ കസ്റ്റമർ ആരാണ് എന്ന് പഠിക്കണം.
ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കുട്ടികൾ വാങ്ങുന്നുണ്ടാവും, മുതിർന്നവർ വാങ്ങുന്നുണ്ടാവും, മെന്ന് വാങ്ങുന്നുണ്ടാവും, വുമൺസ് വാങ്ങുന്നുണ്ടാവും. മേ ബി ചൂടുള്ള പ്രദേശത്തുള്ള ആളുകൾ, തണുപ്പുള്ള പ്രദേശത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ മിഡ് ലെവലിൽ, പ്രീമിയം ലെവലിൽ, ബോട്ടം ലെവലൊക്കെ ആൾക്ക് വാങ്ങുന്നുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആരിലേക്കാണ് എത്തേണ്ടത്, ആർക്കാണ് വിൽക്കേണ്ടത്, അതിൻ്റെ പ്രശ്നത്തിന് സോൾവ് ചെയ്തത്. സോ കസ്റ്റമർ ടാർഗറ്റ് ഓഡിയൻസിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതാണ് ICP, ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ. അതിൻ്റെ ഏജ്, അത് ആരാണ്, എന്ത് സംസാരിക്കുന്ന ആളാ, എന്ത് കഴിക്കുന്ന ആളാ, എവിടെ ജീവിക്കുന്ന ആളാ, എത്ര ഏജാണ്, അങ്ങനെയുള്ള കാര്യം എന്തൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് നിർണ്ണയിക്കപ്പെടാം. അതുപോലെ ഡെമോഗ്രാഫിക്സ് മീൻസ് ഏതൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കാര്യങ്ങളിലുള്ള ആളാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ്, ഏത് രാജ്യത്തിലാണ്, ഏത് സ്റ്റേറ്റിലാണ്. അതേപോലെ സൈക്കോഗ്രാഫിക്സ്, അവരുടെ എന്ത് സൈക്കോളജി അവർക്ക് വർക്ക് ചെയ്യുക, എന്ത് പറയുമ്പോൾ അവർക്ക് ഇമോഷണലി കണക്റ്റ് ആവുക, അത് സൈക്കോഗ്രാഫിക്സും ഡെമോഗ്രാഫിക്സും ഇവർ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ ദ പെയിൻ പോയിന്റ്സ്. അവർ ഒരുപാട് പ്രശ്നങ്ങളിലാവാനായിട്ട് ഒരു കസ്റ്റമർ, അവരുടെ എല്ലാ പ്രശ്നത്തിനെയും സോൾവ് ചെയ്യാൻ പോകരുത്. അവരുടെ ഏറ്റവും ബേർഡിങ് ആയ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന, നമുക്കും കൂടി മാക്സിമം ലേൺ ചെയ്യാൻ പറ്റുന്ന, വീണ്ടും 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 അവരെ സെർവ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ബെസ്റ്റായ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് വേണം നമ്മൾ എന്ത് പെയിൻ പോയിന്റ് പഠിച്ചിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുക. ആൻഡ് ഓൾസോ ബൈങ് ട്രിഗേഴ്സ്, എന്ത് ട്രിഗർ ആകുമ്പോഴാണ് അവർ ബൈക്കാറ്, അത് ഇമ്മീഡിയറ്റ്ലി വാങ്ങുന്നതാണോ അല്ലെങ്കിൽ പതുക്കെ വാങ്ങുന്നതാണോ, നോക്കിയിട്ട് വാങ്ങുന്നതാണോ, അങ്ങനെ പലതും പഠിക്കേണ്ടതുണ്ട് ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച്. ആൻഡ് ഓൾസോ പ്ലാറ്റ്ഫോം, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ ഏത് പ്ലാറ്റ്ഫോമിലാണ്, യൂട്യൂബിലാണോ, ഫേസ്ബുക്കിലാണോ, അല്ലെങ്കിൽ ഒരു അങ്ങാടിയിലാണോ, അല്ലെങ്കിൽ ഓഫ്ലൈനിലാണോ, ഓൺലൈനിലാണോ, എല്ലാം പഠിച്ചിട്ട് കസ്റ്റമർ സൈക്കോളജി കൂടെ പഠിച്ച്, അവരുടെ കസ്റ്റമർ പ്ലാറ്റ്ഫോം കൂടെ പഠിച്ച്, കസ്റ്റമറുടെ പാറ്റേൺസ് കൂടെ പഠിച്ചിട്ട് വേണം നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് അപ്രോച്ച്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അതൊരു വളരെ സയൻറ്റിഫിക് ആയ അപ്രോച്ചാണ്. ക്രിയേറ്റിവിറ്റിനേക്കാൾ കൂടുതൽ, ക്രിയേറ്റിവിറ്റി വേണമെന്നല്ല, ഡെഫിനറ്റ്ലി വേണം, അതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജിനെ കൺവേ ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റീവ് ആവുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ എൻ്റെ ബ്രാൻഡ് ഡിസ്കവറിയിൽ തൊട്ട് വർക്ക് ചെയ്ത്, ബ്രാൻഡ് പർപ്പസിലും ബ്രാൻഡ് വിഷനിലും ബ്രാൻഡ് മിഷനിലൊക്കെ വർക്ക് ചെയ്ത്, ബ്രാൻഡ് പൊസിഷനിങ്ങിൽ വർക്ക് ചെയ്ത്, ടാർഗറ്റ് ഓഡിയൻസിലൊക്കെ പഠിച്ച് പ്രോപ്പറായിട്ട് ഫേസ് 3യിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ടു ദ ഫേസ് 3 ഓഫ് ബ്രാൻഡിങ്. ഫേസ് 3 എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഡെലിവറബിൾസ് ആണ്, അല്ലെങ്കിൽ വാട്ട് പീപ്പിൾ സീ, എന്താണ് ആളുകൾ കാണുന്നത്. ഫേസ് 1 ഫേസ് 2 നമ്മൾ ഡിസ്കസ് ചെയ്തത് ആളുകൾ കാണുന്ന കാര്യമല്ല, ബട്ട് നമുക്ക് ക്ലിയർ ആവേണ്ട കാര്യമാണ്, നമുക്ക് ക്ലാരിറ്റി കിട്ടേണ്ട കാര്യമാണ്. ഏതൊരു ബിസിനസ് ഓണറും അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പുറത്തോട്ടുള്ള ഈ ഒരു സാധനത്തിനെ ബ്രാൻഡ് ഐഡന്റിറ്റീസിനെ ബിൽഡ് ചെയ്യാമോ. ബ്രാൻഡ് ഐഡന്റിറ്റീസ് മാത്രമാണ് വാട്ട് പീപ്പിൾ സീ, വാട്ട് അതേഴ്സ് സീ, പുറത്തോട്ട് ആളുകൾ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു പ്രോസസ്സും അതുപോലെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ പറയേണ്ടതും. അതിൽ ബ്രാൻഡ് ഐഡന്റിറ്റീസും ഉണ്ട്, ബ്രാൻഡ് അസെപ്റ്റും ഉണ്ട്. ബ്രാൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് മെയിനിൽ ഡെഫിനറ്റ്ലി പേര്, നെയിം തന്നെയാണ്. വളരെ റെക്കഗ്നൈസബിൾ ആയ, വളരെ ഈസിലി കൺവേ ചെയ്യാൻ പറ്റുന്ന, ആളുകൾക്ക് എന്നും മെമ്മറിയിൽ റിമെമ്പർ ചെയ്യുന്ന, അവർക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന, അവർക്ക് ഈസിലി കണക്റ്റ് ആവുന്ന, അവർക്ക് ഒരു ഇമോഷനെയും കൂടി കൺവേ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്യൂട്ടബിൾ ക്യൂട്ട് നെയിമാണെന്നെങ്കിൽ ബെസ്റ്റാണ്. എല്ലാവർക്കും അത് ഈസിലി മനസ്സിൽ നിൽക്കും. അപ്പം നെയിമിങ്ങും കാര്യങ്ങളും ഇതാ. അതുപോലെ തന്നെ അതിൻ്റെ ലോഗോ, ഇപ്പോൾ ഏതൊരു ബ്രാൻഡിനും ലോഗോ വേണം നിർബന്ധമൊന്നുമില്ല. ഓരോ ബ്രാൻഡിൻ്റെ യൂസ് കേസുകൾ അനുസരിച്ച് ചില ബ്രാൻഡുകൾക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും, ഇപ്പോൾ പ്രൊഡക്റ്റുകൾ ലാബ് ചെയ്യേണ്ടി, ചില ബ്രാൻഡുകൾക്ക് ഓൺലൈൻ ഡിജിറ്റൽ പ്രസൻസ് ആയിരിക്കും, ചില ബ്രാൻഡുകൾക്ക് ഡിജിറ്റൽ കോഴ്സുകളായിരിക്കും, ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയിരിക്കാം. അപ്പോൾ എജ്ടെക് ആവട്ടെ, ഫിൻടെക് ആവട്ടെ, ടെക്നോളജി ബേസ്ഡ് ആവട്ടെ, ഓരോ ബ്രാൻഡിൻ്റെയും യൂസ് കേസുകൾക്ക് അനുസരിച്ചിട്ടാണ് ലോഗോ തന്നെ പ്രൈമറി ലോഗോ, സെക്കൻഡറി ലോഗോ, ടെർഷ്യറി ലോഗോ ഒക്കെ വരും. പ്രൈമറി ലോഗോ വേണ്ടി അതിൻ്റെ പേരും കാര്യങ്ങളും, അതിൻ്റെ ടാഗ് ലൈൻ, ബ്രാൻഡിക്കോ ബ്രാൻഡിൻ്റെ ലോഗോ, അതുപോലെ ബ്രാൻഡ്സ് ടാഗ് ലൈൻ എല്ലാം കൂടി കൂടുന്നതായിരിക്കും പ്രൈമറി ലോഗോ. അത് ഇൻവോയ്സിലേക്കോ അല്ലെങ്കിൽ മെയിൻ കൊട്ടേഷൻസിലേക്ക് യൂസ് ചെയ്യുള്ളൂ. പിന്നെ സെക്കൻഡറി ലോഗോ ജസ്റ്റ് ലോഗോയും അതുപോലെ തന്നെ ബ്രാൻഡിക്കോ എന്നുള്ള ടൈപ്പ് മാത്രം ടാഗ് ലൈൻ ഉണ്ടാവില്ല. പിന്നെ ടെർഷ്യറി ലോഗോ ഉണ്ട്, അതൊരു സബ്മാർക്ക് മാത്രം, ബ്രാൻഡിക്കോയുടെ ലോഗോ മാത്രമാണ്. പ്രൈമറി ലോഗോ, സെക്കൻഡറി ലോഗോ, ടെർഷ്യറി ലോഗോ വരെ പഠിച്ച് ആ ബ്രാൻഡിൻ്റെ യൂസ് കേസുകൾ, ആ ബ്രാൻഡ് എവിടെയൊക്കെ ആ ബ്രാൻഡിനെ യൂസ് ചെയ്യും എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ലോഗോ സ്യൂട്ട്, നമ്മുടെ ലോഗോ സ്യൂട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ. അതുപോലെ ആ ബ്രാൻഡ് സ്റ്റോറി, ആ ബ്രാൻഡിൻ്റെ പിന്നിൽ സ്റ്റോറി ഉണ്ടാവും, ആ ലോഗോക്ക് പിന്നിൽ സ്റ്റോറിനെയാണ് ക്രാഫ്റ്റ് ചെയ്യും. അത് നമ്മൾ ഗേറ്റ്വേയിൽ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യും. അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി, ബ്രാൻഡിക്കോ എന്ന് എഴുതിയ ഫോണ്ട് അത് ലോകത്ത് വേറെ എവിടെയും ഇല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൂ. ഞങ്ങൾക്കത് വളരെ അഭിമാനത്തിൽ പറയാം. ബ്രാൻഡിക്കോന്റെ ബ്രാൻഡിക്കോ എന്ന് എഴുതിയ ടൈപ്പോഗ്രഫി സാധനം ലോകത്ത് വേറെ ആ ഫോണ്ട് വേറെ ആരുമില്ല. വളരെ യുണീക്കായി ഞങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റിയാണ്.
we crafted it. And also the brand pattern, ആ ബ്രാൻഡിൻ്റെ പാറ്റേണും കാര്യങ്ങളും നോക്കി, അതുപോലെ തന്നെ ബ്രാൻഡ് ഡേറ്റിലേക്ക് നമ്മൾ യൂസ് കേസുകൾ നോക്കി, അതിൻ്റെ റോങ്, അതിൻ്റെ സ്പേസിങ്, അതിൻ്റെ പൊസിഷനിങ്, അതിൻ്റെ മോക്കപ്പുകൾ, അതിൻ്റെ യൂസ് കേസുകൾ, ആ പോസ്റ്ററിലേക്ക് എന്ത് യൂസ് ചെയ്യും, ഇൻവോയ്സിലേക്ക് എന്ത് യൂസ് ചെയ്യും, ദെൻ വെബ്സൈറ്റിൻ്റെ ഹെഡറിലേക്ക് എന്ത് യൂസ് ചെയ്യും, അത് ഹൊറിസോണ്ടലായി വെച്ച് വെർട്ടിക്കലായി വെച്ച് അതിൻ്റെ മോണോ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ബ്ലാക്കിലും വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ബ്രാൻഡ് ഗൈഡ് ലൈൻസും ബ്രാൻഡിങ്ങും എന്ന് പറയുന്ന പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ഓൾ തിങ് അബൌട്ട് ബ്രാൻഡ് ഐഡന്റിറ്റീസ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ, ബ്രാൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ, വല്ല കളർഫുൾ ആയിട്ട് മോക്കപ്പുകളൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് പല ബ്രാൻഡുകളും. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ചില ഏതൊരു ബ്രാൻഡുകളും ഇപ്പം ബ്രാൻഡിൽ എന്ന് പറഞ്ഞു വരുമ്പോൾ ആദ്യം തന്നെ വലിയൊരു ഹോർഡിങ്സ്, വലിയൊരു ഫ്ലെക്സിലേക്ക് അത് വെച്ച് കൊടുക്കും, ബാറ്റി കൊടുക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ഫ്ലെക്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ്. ആ ഒരു ബ്രാൻഡ് അതിൻ്റെ ജന്മത്തിൽ ഫ്ലെക്സ് അടിക്കുകയോ അല്ലെങ്കിൽ ഹോർഡിങ്സ് വെക്കുകയോ ചെയ്യില്ല. അപ്പോൾ അവർക്ക് വെറുതെ മോക്കപ്പുകൾ അടിച്ചു കൊടുക്കാതെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻ ചോദിച്ചു വാങ്ങാൻ. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻ പോസ്റ്ററിലേക്ക്, സോഷ്യൽ മീഡിയ പോസ്റ്ററിലേക്ക് ഏത് ലോഗോ, സബ്മാർക്ക് മാത്രം എങ്ങനെ വെക്കും, പ്രൊഡക്റ്റിലേക്ക് എന്ത് ലാബിൽ വരും, ഇൻവോയ്സിലേക്ക് എന്താ, വെബ്സൈറ്റിൻ്റെ ഹെഡർ എന്താ, ഹൊറിസോണ്ടൽ എങ്ങനെയാണ്, വെർട്ടിക്കൽ എങ്ങനെയാണ്, അതിൻ്റെ മോണോ കളേഴ്സ് എങ്ങനെയാണ് ചോദിച്ചു വാങ്ങുക. കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈനാണ് നിങ്ങൾ പ്രോപ്പറായി ചോദിച്ചു വാങ്ങേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈനാണ് പഠിക്കേണ്ടത്. ക്ലിയർ? അതാണ് ബ്രാൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ബ്രാൻഡ് അസറ്റുകളെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെലിവറബിൾസിലേക്കാണ് പോവുക. ബ്രാൻഡ് അസറ്റുകൾ എന്ന് പറയും. അപ്പോൾ ഏതൊരു ബ്രാൻഡിങ്ങിൻ്റെയും ഒരു ബേസിക് ആയിട്ട് പാക്കേജിൽ ഞങ്ങൾ കൊടുക്കാറുള്ള പൊതുവെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വേണമെന്നല്ല, ബേസിക് ആയിട്ടുള്ള ചില എലമെന്റുകൾ ലിസ്റ്റ് ചെയ്തെന്ന് മാത്രം. സോ ബ്രാൻഡിങ്ങിൽ ബ്രാൻഡ് അസറ്റിൽ ബ്രാൻഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബ്രോഷർ 6 to 8 pages, 4 or 6 പേജുള്ള ബ്രോഷർ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്കത് ഓഫീസുകളിലോ മറ്റുള്ള ക്ലൈന്റുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഫോമിലും ഓൾസോ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ബ്രോഷേഴ്സ് കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ വെബ്സൈറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഹെഡറിലേക്കുള്ള ഡിസൈൻസ്, വെബ്സൈറ്റിലേക്ക് ഡിസൈൻസ് കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ ബിസിനസ് കാർഡ്, നമ്മൾ ബിസിനസ് കാർഡ് എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ബിസിനസ് കാർഡ് കൊടുക്കും, ലെറ്റർ കട്ട് കൊടുക്കും, എൻവലപ്പുകൾ കൊടുക്കും, അവിടെ ഇൻവോയ്സ് ഓർ കൊട്ടേഷൻ്റെ മോഡൽ കൊടുക്കും. സോ ത്രൂ ഔട്ട് ദ ലൈഫ് ആ ബ്രാൻഡ് അതാണ് യൂസ് ചെയ്യുന്നത്, അതാണ് കൺവേ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പാക്കേജിങ്, അവർക്ക് പ്രൊഡക്റ്റ് കാര്യങ്ങളുള്ളതാണെങ്കിൽ അവർക്കായിട്ട് നീ നല്ലൊരു പാക്കേജിങ് കാര്യങ്ങൾ ഡിസൈൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ലാബൽസ്, ഇപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ലാബലുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാറില്ലേ, അത് നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് ഓൾസോ സൈനേജസ്, ആൻഡ് ഓൾസോ ഏറ്റവും ഫൈനലായിട്ട് സോഷ്യൽ മീഡിയ ക്രെഡൻഷ്യൽസ്. ആ ഒരു ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ട DP, ഹൈലൈറ്റ്സുകൾ, കവർ പിക്കുകൾ, അതുപോലെ ബാനറുകൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കവർ ഫോട്ടോ എല്ലാം ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ പൊതുവെ ബ്രാൻഡ് ചെയ്യാറുള്ളത്. സോ ബ്രാൻഡിങ് എന്നാൽ അത്രയും ടൈം എടുക്കുന്ന, റിസർച്ച് വേണ്ട, ചിന്തിക്കേണ്ട, സയൻറ്റിഫിക്കലി ആയിട്ടുള്ള, സൈക്കോളജിക്കലി ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ലൈഫ് ലോങ്ങിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് പ്രീമിയമായിട്ട് പൊസിഷൻ ചെയ്യണം. പ്ലീസ് ഡോണ്ട് കോംപ്രമൈസ് ആൻഡ് ബിൽഡ് യുവർ ബ്രാൻഡ്. ബൈ. ഐ ആം JD. We build brands.